സ്വർണ്ണക്കവർച്ചയിൽ ആഗോള അയ്യപ്പ സംഘവും SITയുടെ അന്വേഷണ പരിധിയിൽ. അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഗമം നടത്താനുള്ള തീരുമാനം ദേവസ്വം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഫണ്ട് വിനിയോഗത്തിൽ അവ്യക്തതയെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്? സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഘവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അടക്കം അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മിനിറ്റ്സിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല, രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമവും നടത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപെടൽ അത് അടക്കം അന്വേഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിലും ചില പൊരുത്തക്കേടുകൾ, അതായത് സാമ്പത്തിക കാര്യങ്ങളിലും ചില പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു ഭരണസമിതിയുടെ കാലത്താണ് അയ്യപ്പ സംഗമം നടക്കുന്നത്. അതായത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും യാതൊരു ചെലവും ഉണ്ടാകില്ല എന്നൊക്കെയാണ് അറിയിച്ചെങ്കിൽ പോലും 3 കോടിയിലധികം രൂപ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് തിരിച്ച് ആ ഫണ്ടിലേക്ക് ദേവസ്വം ബോർഡിലേക്ക് തിരിച്ച് ലഭിച്ചതുമില്ല. ഈ സ്പോൺസർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഭീമമായൊരു തുക ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഇത് ചെലവഴിക്കുന്നതിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി SIT അന്വേഷിക്കുക. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ അയ്യപ്പ സംഗമവും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ SIT റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അതിലും ചില പൊരുത്തക്കേടുകളുണ്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദേവസ്വം മിനിറ്റ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടികളെല്ലാം ദേവസ്വം മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നാണ് ദേവസ്വം നിയമം ഉള്ളത്. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ SIT റിപ്പോർട്ടിൽ പറയുന്നത്, ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ, സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അതിലും ചില പൊരുത്തക്കേടുകൾ കാണുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ SITയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരം ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരം ഒരു വിഷയം കൂടി ഈ അയ്യപ്പ സംഗമം കൂടി അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നു. അത് PS പ്രശാന്തിന് കൂടി കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യമായിരിക്കും. PS പ്രശാന്തിന് പ്രസിഡന്റ് ആയിട്ടുള്ള ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന നിലയിൽ പമ്പയിൽ കൊട്ടിഘോഷിച്ച ഒരു അയ്യപ്പ സംഗമം നടക്കുന്നത്. എന്നാൽ ഇതിലേക്ക് വ്യവസായികളെ അടക്കം VIPകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പരിപാടിയായിരുന്നു. അവർക്ക് റൂം എടുക്കുന്നതിനടക്കം ഭീമമായ തുക ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള 3.5 കോടി രൂപ എടുത്താണ് ഈ അയ്യപ്പ സംഗമത്തിന് ചെലവഴിപ്പ് നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇതിനാണിപ്പോൾ അന്വേഷണം നടത്തണമെന്ന് SIT കൂടി റിപ്പോർട്ടിൽ പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.